നാളുകൾക്ക് മുന്നേ കാർത്തിക് സൂര്യ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ഒരു ടൈമിനകത്ത് ഭയങ്കര വിവാദമൊക്കെ ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അതായത് പുള്ളി അഗ്നികാവടി എടുക്കുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ആ ഒരു ടൈമിനകത്ത് ഞാൻ ഈ പുള്ളിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു ടൈമിനകത്ത് സംസാരിച്ചിട്ടുള്ളത്. കാര്യം ഇത്രേ ഉള്ളൂ. ഞാൻ എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസമില്ലാത്ത ഒരാളാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു ദൈവത്തിനകത്ത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അത് എൻ്റെതായ എനിക്ക് റീസണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ദൈവത്തിനകത്ത് വിശ്വസിക്കാത്തതിനകത്ത്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരാളോട് പറയാറില്ല നിങ്ങൾ ദൈവത്തിനകത്ത് വിശ്വസിക്കരുത് എന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. കാര്യം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അവനവൻ വിശ്വസിക്കണോ വിശ്വസിക്കണ്ട എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും വേറൊരാളോട് പറഞ്ഞ് അയാളെ വിശ്വാസത്തിൽ നിന്ന് അവിശ്വാസത്തിനകത്തേക്ക് മാറ്റണം അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ആരോടും പറയില്ല കേട്ടോ. അങ്ങനെയൊന്നും ആരും ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കണം. അപ്പൊ ഈ ഒരു കാർത്തിക് സൂര്യ വിഷയത്തിനകത്ത് പലരും പുള്ളിനെ വിമർശിച്ച് കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി എന്തിനാണ് ഈ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് യൂട്യൂബിനകത്ത് ഇടുന്നതെന്നാണ് പലരും ചോദിച്ചത്. അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ള ഇത്രേ ഉള്ളൂ. പുള്ളി എന്ന് പറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. പുള്ളിയുടെ ലൈഫിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് പുള്ളി നാട്ടുകാരെ കാണിക്കുന്നത്. അത് കാണാനായിട്ട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ടാന്നേ. ഇത് നിങ്ങളെ പുള്ളിയുടെ ലൈഫ് കാണാൻ വേണ്ടിയിട്ടാണ് പുള്ളിനെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പുള്ളിയുടെ ലൈഫിനകത്ത് നടക്കുന്ന ഇപ്പൊ അഗ്നികാവടി പോലത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്കും എല്ലാവരും അത് എന്തിനാണ് നിങ്ങൾ കാണിക്കുന്നത് എന്നുള്ള രീതിക്കാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് തന്നെ നമുക്ക് ബാക്കി പറയാം. അപ്പൊ ഇപ്പൊ പുള്ളി രണ്ടാമത് അഗ്നികാവടി എടുക്കാൻ പോണെയാണ്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് പുള്ളി കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നമുക്ക് അതൊന്നും കണ്ടുനോക്കാം. ഒരു അന്നദാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ രാത്രി 10 മണിയായപ്പോൾ അമ്പലത്തിൽ തിരിച്ചെത്തി കാവടി കെട്ടണം. നാളെ അതിനുള്ള സമയം കിട്ടില്ല. അപ്പൊ ഇന്നാണ്. ഇതെല്ലാം കലശങ്ങളാണ്. ഇതിനകത്ത് പാൽക്കാവടി, പുഷ്പകാവടി, എണ്ണക്കാവടി ഇതിന്റെയൊക്കെ ദ്രവ്യങ്ങൾ നിറയ്ക്കുന്നതാണ്. ഇതാണ് നമ്മൾ തോളിൽ എന്തുന്ന കാവടി. ഇതിലെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കാവടി അലങ്കരിക്കുന്ന സ്വത്തുക്കൾ. അതാണ് നമ്മുടെ ജോലി. അത് എന്തിന്റെ കാവടിയാ? ഇത് നിന്റെ കാവടിയാ? ഇതെന്താ നിനക്ക് മാത്രം വലിയ കാവടി? ഞാൻ പറയാം, ഇത് ഈ കോവിലിന് വേണ്ടി നമ്മള് അട്ടിക്കാവടിക്ക് വേണ്ടി ചെയ്ത കാവടിയാണ്. ഓ, ആദ്യത്തെ കാവടിക്ക് ഉള്ളതാണല്ലേ? ഈ കാവടി എടുക്കാൻ വേണ്ടി കൊതിയാണ് ആൾക്കാർ. ഈ കാവടിക്ക് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുരുകന്റെ മുഖം വരച്ചു. ഓ, കൊത്തി വെച്ചിട്ടുണ്ടല്ലേ? അതാണ് ഫസ്റ്റ് വീഴണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നല്ലേ? അടിപൊളി അടിപൊളി കാവടി കേട്ടോ. ഇതായിരിക്കും ഇപ്പൊ നാളെ വിനോദം എടുക്കണത്. ബാക്കി നമ്മൾ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു കാവടിയായിരിക്കും. പോടാ. ഓക്കെ, ഞങ്ങളൊന്ന് കാവടി ഒരുക്കട്ടെ ഗൈസ്. രണ്ട് തലാറ് 8 പീലി 4 ഹാരിട്ട് കാവടി ഇതുപോലെ എല്ലാ കാവടി സെറ്റായി കഴിയുമ്പോഴത്തേക്ക് പണി കഴിയും. ഓക്കെ, അപ്പൊ പുള്ളിയുടെ ആ ഒരു കാവടി റിലേറ്റഡ് ആയിട്ടുള്ള അതായത് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഇട്ടതാണ്. അവന്റെ അത് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പുള്ളി ഇട്ട പോലെ തന്നെ ഇപ്രാവശ്യവും അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലെങ്കിലും പുള്ളി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ കാർത്തിക് സൂര്യ ഇപ്പൊ ഈ കാവടിയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും പിന്നെ പലരും ചോദിച്ച കാര്യമാണ്, അതായത് ഇതിങ്ങനെ സെൽഫ് ഹാമിങ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതൊന്നും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളോ എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരം, അതായത് ഇപ്പോൾ ഒരു വ്യക്തി അവന്റെ ശരീരത്തിനെ വേദനിപ്പിച്ചുകൊണ്ട് അവൻ അതിനകത്തുനിന്ന് ഒരു ദൈവത്തിനെ സംതൃപ്തിപ്പെടുത്താനൊക്കെയുള്ള രീതിക്കാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പൊ അവന്റെ ശരീരത്തിന് തന്നെയാണ് അവൻ ദ്രോഹിക്കുന്നത്. അല്ലാണ്ട് വേറെ ആരെയും അവനൊന്നും ചെയ്യാത്തടത്തോളം കാലം അവൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ളൊരു മൈൻഡാണിത്. പിന്നെ സെൽഫ് ഹാം ചെയ്യുന്നതിനോടൊന്നും ഞാൻ വലിയ സപ്പോർട്ടിങ് കാര്യങ്ങളല്ല. പക്ഷെ എന്നാൽ തന്നെ ഇപ്പൊ ഈ കാർത്തിക് സൂര്യ ചെയ്യുന്നതിനെ വിമർശിക്കുന്നവര് അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കിയാൽ എല്ലാ മതത്തിനകത്ത് നമുക്ക് ഇങ്ങനെ സെൽഫ് ഹാമിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ വിമർശിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണും. അപ്പൊ അതെല്ലാം നിർത്തണം. എല്ലാത്തിനെയും നമ്മൾ പറയണം. അല്ലാണ്ട് നമ്മൾ ഇവിടെ ഒരു വിഷയം കാണുമ്പോഴത്തേക്ക് അതിനെ മാത്രം പറയുന്നത് എനിക്ക് അത്രയ്ക്ക് ഒരു ഇതായിട്ട് തോന്നുന്നില്ല. അപ്പൊ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് അവനവന് അതാണ് സന്തോഷം തോന്നുന്നെങ്കിൽ അവനവൻ ചെയ്തോട്ടെ. ബാക്കിയുള്ളവരെ നമ്മൾ വേദനിപ്പിക്കുന്നില്ലല്ലോ. നമ്മൾ അത് നോക്കിയാൽ പോലെ ബാക്കി ഉണ്ടോ സ്പെഷ്യൽ Q&A. അതേ സുഹൃത്തുക്കളെ, 2025 ഫെബ്രുവരി 11 തീയതി നമ്മൾ വീണ്ടും അഗ്നികാവടി എടുക്കാൻ പോവാണ്. ഒരടി വേലുകുത്തി നമ്മൾ 11 തീയതി കരിയം ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഗ്നികാവടിക്ക് ഇറങ്ങാൻ പോകുന്നതായിരിക്കും ഗൈസ്. ഇത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും. അനന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാവടി എന്നാ ചേട്ടാ 11 തീയതി. ഓക്കെ, അപ്പൊ 11 തീയതി പുള്ളി അടുത്ത കാവടി എടുക്കാൻ പോണേണ്. അപ്പൊ ഇപ്പൊ തന്നെ അതിന്റെ അടിയിൽ പുള്ളിക്കാരന് ഈ കാവടി വീഡിയോകൾക്ക് ഒരു പ്രത്യേക ഒരു ഓഡിയൻസ് ആട്ടോ ഉള്ളത്. എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരന്റെ എല്ലാ ഓഡിയൻസും ഈ കാവടി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണാനായിട്ട് ഒരു കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും. കാര്യം അതൊരു പർട്ടിക്കുലർ ഒരു ഓഡിയൻസ് മാത്രമാണ് ഈ ഒരു സംഭവം കാണുന്നത്. അവർക്ക് അതൊക്കെ ഇഷ്ടമാണ്. പിന്നെ കുറെ പേര് ഇങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം കാണുന്നവരും ഉണ്ട്. അപ്പൊ ബാക്കിയാണ് ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോ എവിടെ കാവടി വ്ളോഗുകൾ എവിടെ? കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്, ഇപ്രാവശ്യം എന്താ ചെയ്യാത്തതെന്ന് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 21 ദിവസവും ഷൂട്ടില്ലായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് തുടക്കം മുതൽ എൻഡ് വരെ കംപ്ലീറ്റ് കാര്യങ്ങൾ എനിക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് 21 ദിവസം വ്രതമുള്ളതിൽ 10 ദിവസവും ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആണ് ഞാൻ രാവിലെ അമ്പലത്തിൽ പോകുന്നതും നിർമ്മാല്യം തൊഴുന്നതും രാത്രി ദീപാരാധനയും എല്ലാം എറണാകുളത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാം അടിപൊളിയായി ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചതല്ലേ, ഇപ്രാവശ്യം
വീണ്ടും അത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ആവർത്തന വിരസത വന്നാലോ, കാരണം സെയിം പ്രൊസീജിയർ ആണ്, മൃദുവൊന്നും ഒരു കാലത്ത് മാറത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യാതിരുന്നത്. ഞാൻ വിചാരിച്ചു ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ്. പക്ഷേ എന്നാൽ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നത് കാവടി വ്ളോഗ്സ് കാണണമെന്ന് പറഞ്ഞിട്ടാണ്. സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നേ ഇത്രത്തോളം നമ്മുടെ കാവടി സീരീസ് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. അതറിഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പൊ കാർത്തിക് സൂര്യ പറയുന്നതെന്ന് പറഞ്ഞ ആ ഒരു വ്ളോഗും കാര്യങ്ങളും, അതായത് കാവടി റിലേറ്റഡ് ആയിട്ട് ഇട്ട വ്ളോഗും കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആൾക്കാർക്ക് ഇഷ്ടമാർന്ന് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഈ കാവടി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഈ പുള്ളിക്കാരൻ ഇടുമ്പോഴത്തേക്കും അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഒരു വിഭാഗത്തിന് ഇത് തീരെ ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു രീതിക്കാണ് അതിന്റെ ഒരു പോക്ക്. അപ്പൊ എനിക്ക് അങ്ങനെയാണ് അത് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഇനി ബാക്കിയുണ്ടോ? ഈ 912 ഒരു കൊച്ചു ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ദേഹത്ത് ശരിക്കും മുരുകൻ കയറുമോന്ന്. പക്ഷേ ഇതൊരു ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കവർ ചെയ്താൽ എനിക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. പക്ഷേ ദേഹത്ത് ദൈവം കയറുക എന്ന് പറയുന്നത്, ഇപ്പോൾ മുരുകൻ കയറുന്നു, ദേവി കയറുന്നു എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ ഒരു സർജ് ഓഫ് എനർജിയാണ് നമ്മുടെ ബോഡിയിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നത്. ശരിക്കും ദൈവം കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിലക്ഷ്മിയോട് ചോദിക്കട്ടെ, ആദിലക്ഷ്മി ശരിക്കും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു ശക്തിയല്ലേ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ മനസ്സിലൊരു രൂപം ഉണ്ടായിരിക്കും, ആ രൂപത്തെയാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഒരു ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചിലെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛാ എന്താണ് അച്ഛാ ശരിക്കും ദൈവം എന്ന് ഞാൻ പണ്ട് ചോദിച്ചപ്പോൾ അച്ഛനോട് പറഞ്ഞതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജിയാണ്. ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന പോലെ അതൊരു ശക്തിയാണ്. നമ്മൾ അമ്പലത്തിൽ പോയി നമ്മൾ ഒരു ബിംബത്തിന് മുമ്പിൽ ആരാധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള പോസിറ്റീവ്നെസ്, നമ്മുടെ കാര്യങ്ങളെല്ലാം ആ ഒരു ബിംബത്തിലോട്ട് സ്റ്റോർ ആവുന്നത് പോലെയാണ്. അതൊരു പോസിറ്റീവ് എനർജിയുടെ ഒരു സംഭരണിയാണ്. നമ്മൾ എന്നിട്ട് അനുഗ്രഹം ചോദിച്ച് നമ്മൾ ദൈവത്തിന് മുമ്പിൽ ചെന്ന് ദൈവമേ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് അറ്റ് ലാസ്റ്റ് നമ്മുടെ ദേഹത്ത് അനുഗ്രഹം വരുമ്പോൾ ആ ഒരു സർജ് ഓഫ് എനർജിയുടെ എക്സ്പ്ലോഷൻ ആണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ചെണ്ടമേളം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മണിയടി കേൾക്കുമ്പോൾ ഇല്ലെങ്കിൽ പെട്ടെന്നൊരു നമ്മൾ ഭയങ്കര ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു സർജ് ഓഫ് എനർജി നമ്മുടെ ദേഹത്തൂടെ അങ്ങ് കറണ്ട് കണക്ക് കയറി പോകും. നമ്മുടെ ബ്രീത്തിങ് കൂടും, നമ്മുടെ ഹാർട്ട് ബീറ്റ് എലിവേറ്റ് ആവും, നമ്മൾ ഭയങ്കരമായിട്ട് വിയർക്കും, നമുക്ക് എക്സ്പോണൻഷ്യൽ ആയിട്ട് നമ്മുടെ ഫിസിക്കൽ കേപ്പബിലിറ്റീസ് കൂടും, നമ്മുടെ ശക്തി കൂടും, നമ്മുടെ പെയിൻ ടോളറൻസ് കൂടും. അത് ഒരു എക്സ്പ്ലോഷൻ ഓഫ് തിങ്സ് ആണ്. അതിനെയാണ് ശരിക്കും ഓരോ ആൾക്കാർ ഓരോന്ന് പറയും, ദേഹത്ത് ദൈവം കൂടുന്നത് ഇല്ലെങ്കിൽ ദേഹത്തോട്ട് ഈശ്വരൻ വന്ന് കയറുന്നത് എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. ഇതേ സംഭവം എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കേട്ടോ, നിങ്ങൾ വേറെ വിചാരിക്കുന്നത്. ഇതേ സെയിം സംഭവം നമ്മുടെ ദേഹത്തോട്ട് ഒരു നെഗറ്റീവ് എനർജിയാണ് കയറുന്നതെന്ന് വെച്ചോ, ആ നെഗറ്റീവ് എനർജി കയറുമ്പോഴാണ് നമ്മുടെ ദേഹത്ത് പ്രേതം കൂടി, ബാധ കയറി, പിശാച് കയറി എന്നൊക്കെ പറയുന്നത്. അത് സെൽഫ് ഹാമിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അന്നേരം നമ്മുടെ ദേഹത്ത് കയറുന്നത്. നേരെ ഓപ്പോസിറ്റ് നമുക്ക് അനുഗ്രഹം വരുമ്പോൾ അത് ഒരു പോസിറ്റീവ് എനർജിയാണ്. നല്ലോണം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ദേഹത്ത് ശരിക്കും മുരുകൻ കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന മുരുകനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഇപ്പോൾ ദേവിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള രൂപം ഏതാണോ ആ ദൈവമായിരിക്കും നമ്മുടെ ദേഹത്തോട്ട് വരുന്നത്. ആ രൂപത്തിലായിരിക്കും നമ്മൾ തുള്ളുന്നത്. അതാണ് എൻ്റെ ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പോൾ പുള്ളി അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എങ്ങനെയാണ് ഈ ഒരു അഗ്നികാവടി നടത്തുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരാളുടെ മേത്തേക്ക് ദൈവം കയറാന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ ശരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനകത്ത് ഞാൻ വിശ്വസിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിനൊരു സയന്റിഫിക്കലി പുള്ളി ഇപ്പൊ പറഞ്ഞ പോലത്തുള്ള രീതിക്ക് തന്നെയാണ് നോക്കി കാണുന്നത്. ആ ഒരു ടൈമിനകത്ത് നമ്മൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണെന്നാണ് വിശ്വസിക്കുന്നത്. അതിനെ ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കാം നോക്കി കാണുന്നത്. ചിലർക്ക് അത് ദൈവം കയറി എന്ന് വിശ്വസിക്കാനായിരിക്കാം ഇഷ്ടം, ചിലർക്ക് അത് സയന്റിഫിക്കലി വിശ്വസിക്കാനായിട്ടായിരിക്കും ഇഷ്ടം. അപ്പൊ പുള്ളി അതിന് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് സംഭവം, എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അല്ല പുള്ളി ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കിയാണ് മനസ്സിലാവാത്ത കാര്യങ്ങളെ നമ്മൾ എപ്പോഴും വിമർശിച്ചിട്ടുള്ള ഒരു ചരിത്രം മാത്രമേ നമുക്കുള്ളൂ. ഇത് ഒരിക്കലും ഇത് ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് കൺസീവ് ചെയ്യാൻ പറ്റില്ല. കാരണം എങ്ങനെയാ ഇപ്പോൾ ഞാൻ പറയുക, അന്നേരം എനിക്ക് സ്പോണ്ടേനിയസ് ബേസ്റ്റ് ഓഫ് എനർജി വരും, എൻ്റെ ബോഡി ഫുൾ വൈബ്രേറ്റ് ആവും, എൻ്റെ മനസ്സിൽ കാണുന്ന ദൈവത്തിന്റെ രൂപത്തിലായിരിക്കും, പിന്നെ എൻ്റെ ആക്ഷൻസ് മൊത്തം എന്ന് എങ്ങനെയാ ഞാൻ പറഞ്ഞ ഒരാൾക്ക് മനസ്സിലാവുക? അതുകൊണ്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ സ്കെപ്റ്റിക്കൽ തന്നെയായിരുന്നു. എൻ്റെ ഫസ്റ്റ് കാവടിക്ക് ഞാൻ 71 ദിവസമാണ് വ്രതം എടുത്തത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പറഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഞാൻ തൊഴുത് ഈ നാടായ നാടുള്ള എല്ലാ അമ്പലങ്ങളിലും പോയി ഞാൻ 71 ദിവസം വ്രതമാണ്. നിങ്ങൾ ആലോചിച്ചോ, എന്തിനും കിട്ടുന്നില്ല. പല അമ്പലങ്ങൾ അനുഗ്രഹം കൊടുക്കുമെന്ന് പറയുന്ന അമ്പലങ്ങളിൽ പോയി ഭസ്മമായിട്ട് കിട്ടുന്നില്ല, പല സ്ഥലത്ത് പോയി പല നേർച്ചകൾ നടത്തി കിട്ടുന്നില്ല, കുടുംബകോവിൽ പോയി പ്രാർത്ഥിച്ച് കിട്ടുന്നില്ല, മുരുകൻ കോവിൽ ഈ നാട്ടിൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ അന്നേരം പോവാത്ത അമ്പലങ്ങൾ കുറവായിരിക്കും. എന്നിട്ട് ഞാൻ ചോദിച്ചു അവസാനം കാപ്പ് കെട്ടുന്ന ദിവസം വന്നപ്പോൾ എനിക്കറിയില്ല, എനിക്ക് ഒരു ഉറപ്പില്ല. പക്ഷേ എന്നാലും ഞാൻ ചോദിക്കുന്നില്ല. എന്നാൽ പല ദിവസങ്ങളിലും അമ്പലം നിൽക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഫ്ലക്ച്വേഷൻ എൻ്റെ മൈൻഡിൽ ബോഡിയിൽ ഫീൽ ചെയ്യുമായിരുന്നു. തൊഴുതോട് നിൽക്കുമ്പോൾ ബോഡി നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ അനങ്ങും. അപ്പോൾ അത് ഞാൻ നോട്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് എന്താ അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അമ്പലത്തിൽ പൂജ തീരും, ഞാൻ കണ്ണുറക്കം അത് കഴിയും. ചില ദിവസങ്ങളിൽ നിന്ന് തൊഴുമ്പോൾ ഭയങ്കരമായിട്ട് വിയർക്കുമായിരുന്നു. ചില ദിവസങ്ങളിൽ എനിക്ക് പ്രോപ്പറായിട്ട് എൻ്റെ ബോഡി ഇങ്ങനെ ആലില പോലെ ആടുമായിരുന്നേ. പക്ഷേ എനിക്കത് മനസ്സിലായി എന്തുകൊണ്ടാണ് ആടുന്നത് വെച്ചാൽ ഞാൻ ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് റിലാക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കാപ്പ് കെട്ടുന്നതിൻ്റെ അന്ന് ഞാൻ തൊഴുവായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ മണി അടിക്കുന്നു, ഒരു സൈഡ് ചെണ്ടമേളം നടക്കുന്നു, ചന്ദനത്തിരി കത്തിച്ചതിൻ്റെ മണം എൻ്റെ മനസ്സിലോട്ട് വരുന്നു, കർപ്പൂരം കത്തിക്കുന്നതിൻ്റെ മണം വരുന്നു, എന്തൊക്കെയോ നടക്കുക. അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്ക് ആക്കി. ഈ ഒരു ആട്ടം ഉണ്ടല്ലോ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മൊമെന്റിലോട്ട് ഞാൻ എൻ്റെ മനസ്സിനെ അർപ്പിച്ചു കൊടുത്തു. ഞാൻ ഒന്നും ചിന്തിക്കാൻ പോകുന്നില്ല, എന്താണോ എൻ്റെ ബോഡിയിൽ വരാൻ പോകുന്നത് അത് വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഞാൻ കണ്ണ്
തുറന്നു നോക്കിയപ്പോൾ ഞാൻ നിന്ന് അങ്ങ് തുള്ളുകയാണ്. ഒരു രീതിയിൽ എനിക്കങ്ങോട്ട് ഒരു വലിയ വിളിയും ബഹളം. എന്റെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി പിന്നെ അന്തം വിട്ട് നോക്കി നിൽക്കുക. ഞാൻ അങ്ങ് നിന്ന് തുള്ളുകയാണ്. എന്തെന്നറിഞ്ഞൂടാത്ത സന്തോഷം മനസ്സിന്, എന്തെന്നറിഞ്ഞൂടാത്ത ഒരു ഫ്രീഡം ബോഡിക്ക്. അന്നേരം ഭയങ്കര ഒരു ഓംനി പൊട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീലാണ്. നമുക്ക് എന്തും പറ്റും, നമ്മളെ കൊണ്ട് എന്ത് സാധിക്കും എന്നുള്ളൊരു ഫീലാണ് അന്നേരം നമ്മുടെ മനസ്സിൽ ഒരു ദൈവികമായ ഒരു ഫീൽ. നമ്മൾ കോൺഷ്യസ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ നമ്മുടെ ബോഡി എക്സ്പോണൻഷ്യലി പവർഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഇമാജിനബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ബോഡി ട്രാൻസ്ഫോം ആവുകയാണ്. അപ്പോൾ അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും എന്തോ ഒരു സംഭവം എൻ്റെ ബോഡിയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന്. പലരും പറയും ഇത് ട്രാൻസ് ആണ്, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഋതം കേൾക്കുമ്പോൾ വരുന്നതാണ്. ഇല്ല, ഒരു ഋതം ഇല്ലാതെ വരെ എനിക്ക് അനുഗ്രഹം വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു സ്പാർക്ക് ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ അനുഗ്രഹിക്കാൻ ചിലപ്പോൾ നിൽക്കുമ്പോൾ നമ്മുടെ തലയിൽ ചിലപ്പോൾ ഒരു ലൈറ്റ് ടാപ്പ് ആയിരിക്കും നമ്മൾക്ക് അതിനകത്തോട്ട് ക്രോസ് ഓവർ ചെയ്ത് വിടുന്നത്. ചിലപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഒരു മണമായിരിക്കും നമ്മൾ ആ ഒരു ക്രോസ് ഓവറിലോട്ട് കൊണ്ടിടുന്നത്. എനിക്ക് ഈ ഒരു സംഭവം ഇതിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ഓക്കെ, അപ്പൊ ഈ വീഡിയോനകത്ത് ഇപ്പൊ ഞാൻ കാണിച്ച ക്ലിപ്പിനകത്ത് പുള്ളി തുടക്കം പറയുന്ന ഒരു സാധനമാണ് എന്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പുള്ളി പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഇത് ഇത് ഇങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരാണ് ഇതിനെ വിമർശിക്കുന്നവർ പലരും. ഞാൻ പറയാം, ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുള്ളീനെ ഈ ഒരു കാര്യത്തിനകത്ത് വിമർശിക്കാത്തത്. കാര്യം വിമർശിക്കാനാണെങ്കിൽ എനിക്കത് അറിഞ്ഞുകൂടാ എന്താണ് ആ ഒരു ടൈമിൽ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ പിന്നെ നമുക്കറിയാത്തൊരു കാര്യത്തിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഒരാളെ വിമർശിക്കാൻ പറ്റുന്നത്? പുള്ളി അത് ചെയ്തിട്ടുണ്ട്, പുള്ളിക്ക് അതിൽ നിന്ന് ഒരു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അത് പുള്ളിക്ക് അങ്ങനെ ഒരു ദൈവം കയറിയ പോലത്തെ ഒരു ഫീല് വന്നിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി അങ്ങനെ തന്നെയാണ് ആ ഒരു വീഡിയോനകത്ത് കാണിച്ചതും. അപ്പൊ അത് കാണുമ്പോഴത്തേക്കും ആർക്കായാലും ഇങ്ങനെ തോന്നിയേക്കാം, ദൈവം കയറിയെന്ന് എന്തോ അടയത് അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നാം. പക്ഷേ പുള്ളി അത് അനുഭവിച്ച ഒരാളാണ് ആ പറയുന്നത്. നമ്മളത് അനുഭവിക്കാത്ത നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എങ്ങനെയാണ് പുള്ളീനെ നമുക്ക് വിമർശിക്കാൻ പറ്റേണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു കാര്യത്തിനകത്ത് പുള്ളീനെ സപ്പോർട്ട് ചെയ്തത്. കാര്യം നമ്മൾക്ക് അറിയാത്തൊരു കാര്യത്തിന് ഒരാൾ ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് അയാളെ വിമർശിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അത് നമുക്കിപ്പോൾ ചെയ്ത ഒരാളാണ്, ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് പറയാം ഞാനത് ചെയ്തു, എനിക്ക് അതിനകത്ത് ഒരു ഫീലും കിട്ടിയില്ല എന്ന് പറയാം. അല്ലാണ്ട് നമ്മൾ ചെയ്യാണ്ട് നമ്മൾ വിമർശിക്കുന്നതിനകത്ത് എനിക്ക് വലിയ അർത്ഥമുണ്ടെന്ന് തോന്നല്ല. അപ്പൊ എനിക്ക് അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ ഇതിനടിയിൽ വരുന്ന ഒരു കമന്റ് ഉണ്ട്, ഞാനത് ഇവിടെ സൈഡിനകത്ത് കൊടുക്കുക. അപ്പൊ ആ ഒരു കമന്റിനകത്ത് പുള്ളി ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് ദൈവമാണ് ഇങ്ങനെ പറയുന്നത്? അതായത് എന്നെ നമ്മൾ സെൽഫ് ഹാം ചെയ്തിട്ട് അങ്ങനെ ദൈവത്തിനെ ഇങ്ങനെ സംതൃപ്തിപ്പെടുത്തണം, അങ്ങനത്തെ രീതിക്കൊക്കെ ഏത് ദൈവമാണ് പറയണതെന്ന് എന്നുള്ള ഒരു കമന്റാണ്. അപ്പൊ ഈ ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വാലിഡ് ആയിട്ടുള്ള ഒരു കമന്റ് തന്നെയാണ്. അപ്പൊ ഇതേപോലുള്ള ചോദ്യങ്ങൾ ഇപ്പൊ ഈ കമന്റ് ഇട്ട ആൾ ചോദിച്ച പോലത്തെ ചോദ്യങ്ങൾ തന്നെ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ദൈവവിശ്വാസത്തിനകത്ത് അധികം ദൈവത്തിനകത്ത് വിശ്വസിക്കാത്ത. അതുകൊണ്ട് തന്നെയാണ്, കാര്യം ഇതേപോലുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ദൈവത്തിനകത്ത് വിശ്വസിക്കാത്തത്. പക്ഷേ ഈ ദൈവത്തിനകത്ത് വിശ്വസിക്കുന്നത് അതൊരിക്കലും ഒരു മോശം കാര്യമായിട്ടൊന്നും ഞാൻ പറയില്ല. കാര്യം ഇപ്പോൾ നമുക്കൊരു ഹോപ്പ് ഇല്ലാണ്ടിരിക്കുന്ന ടൈമിനകത്ത് ഇങ്ങനെ ഒരാളുണ്ട്, ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾ നമ്മളെ രക്ഷിക്കും, അല്ലെങ്കിൽ അയാൾ നമ്മളെ നല്ല വഴിക്ക് നടത്തും എന്നൊക്കെ ഉള്ളൊരു ചിന്തയുള്ളതെന്ന് പറഞ്ഞാൽ നല്ലതാണ്. കാര്യം നമുക്ക് ഒരു ഹോപ്പ് ഇല്ലാണ്ട് ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഹോപ്പ് കിട്ടാന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് ഞാൻ ഒരിക്കലും പറയില്ല ദൈവം എന്ന് പറഞ്ഞാൽ മോശം സംഭവമാണ്. ഈ ദൈവത്തിന് വേണ്ടി ഇവിടെ നടത്തുന്ന പല ഇതേപോലുള്ള സംഭവങ്ങൾ അല്ലാതെ ഇങ്ങനെ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിക്കുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെയൊക്കെയാണ് നമ്മൾ വിമർശിക്കുക, അതായത് അതിനെയൊക്കെയാണ് നമ്മൾ അന്ധമായിട്ടൊക്കെ പറയാം. അല്ലാണ്ട് ഇപ്പം നമ്മളെ തന്നെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ദൈവത്തിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിക്കോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഇതിനെ ഒന്നും ഞാൻ ഒരിക്കലും വിമർശിക്കില്ല. കാര്യം നമുക്കറിയില്ല, അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിമർശിക്കാത്തത്. അപ്പോൾ എനിക്ക് അത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോയുടെ കമന്റ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അടിച്ച് വീഡിയോ കാണുന്നതായിരിക്കും.